നമ്മളിപ്പോൾ സ്കിൻ പീലിംഗ് ചെയ്യാൻ പോവുകയാണ്. ഇത് ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്തെടുക്കാൻ വേണ്ടി. സ്കിന്നിന് വേറെ വലിയ പ്രോബ്ലംസ് ഇല്ല എങ്കിൽ പോലും ഇതിൻ്റെ ആസിഡിറ്റിയൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തെടുക്കാനും, അതുപോലെ നമുക്ക് മോയ്സ്ചർ ബാലൻസ് കുറവായത് ഒരു ക്ഷീണമുള്ള സ്കിന്നാണ്. അപ്പോൾ നമ്മളൊരു സ്കിൻ പീലിംഗ് ചെയ്യും. ആർക്ക് ചെയ്യാം? എല്ലാവർക്കും സ്കിൻ പീലിംഗ് ചെയ്യാം. നമ്മുടെ ഹിന്ദി നടി രേഖ പോലും ഇരിക്കുന്നത് ഇത്രയും സൗന്ദര്യമായിട്ടും ചെറുപ്പമായിട്ടിരിക്കുന്നത് സ്കിൻ പീലിംഗ് റെഗുലറായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ സെൽ ഡിവിഷൻ നടത്തിയിട്ട് നമുക്ക് നല്ല റിസൾട്ട് വരും. ആദ്യം ഞാനിതൊന്ന് ക്ലെൻസ് എന്ത് ചെയ്താലും ആദ്യം ഒന്ന് ക്ലീൻ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ക്ലെൻസ് ചെയ്തിട്ട് ഞങ്ങൾ പീലിങ്ങിലോട്ട് പോകുന്നത്. ഒരു ചെറിയ 3 മിനിറ്റ് പ്രൊസീജിയറാണ് ഒരു പീലിംഗ് എന്ന് പറയുന്നത്. നമ്മളിത് വൈറ്റനിങ് പീൽസാണ് ഉപയോഗിക്കുന്നത്. ഇതിപ്പം ഇദ്ദേഹത്തിന് കുറച്ച് ഫെയർനെസ്സും ഗ്ലോയും ഒക്കെ വരാൻ വേണ്ടിയാണ്. ഇത് 1 ml ബൂസ്റ്റർ പീൽ അല്ലെങ്കിൽ വൈറ്റനിങ് പീൽ. ഈ 1 ml മതി നമുക്ക് ധാരാളം. ഇതൊരു പ്രത്യേകിച്ച് ടൈമൊന്നുമില്ല, നമ്മളങ്ങ് ജസ്റ്റ് ഇടുകയാണ്. ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഇതിൻ്റെ പുറത്ത് എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. വെറും 1 മിനിറ്റ് ആപ്ലിക്കേഷനാണിത്. 1/2 മിനിറ്റ് കൊണ്ട് ഇത് അപ്ലൈ ചെയ്ത് തീരും. 1 ml ഗ്ലൈക്കോളിക് ആസിഡ് പീലാണ്. നമുക്ക് വൈറ്റനിങ് പീൽ നമ്മൾ ഉപയോഗിച്ചു. ഇനി നമുക്ക് എക്സ്ഫോളിയേഷൻസ് കുറച്ച് പെനിട്രേഷനും കൂടെ നമുക്ക് ഇത് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ നമ്മൾ ടൈം സ്റ്റാർട്ട് ചെയ്യണം. കണ്ണിൻ്റെ മുകളിലെ കറുപ്പെല്ലാം മാറാൻ വേണ്ടി നമ്മളൊരു ഇച്ചിരി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇടുമ്പം തൊട്ട് ഇടാൻ തുടങ്ങുന്നിടം തൊട്ട് ഇത് 3 മിനിറ്റ് മൊത്തത്തിൽ ഇട്ടേക്കുക. ഇട്ട് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ന്യൂട്രലൈസ് ചെയ്യാം. പക്ഷേ ന്യൂട്രലൈസർ ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മൾ ജസ്റ്റ് ഈ ന്യൂട്രലൈസർ എന്ന് പറഞ്ഞാൽ ഇത് ആസിഡാണ്. ന്യൂട്രലൈസർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ആൽക്കലൈനാണ്. അപ്പോൾ ഒറ്റയടിക്ക് നമ്മളങ്ങ് ആൽക്കലൈനിലോട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഒരു ചൂട് എഫക്റ്റ് ചെയ്യും. അത് വരാതിരിക്കാൻ വേണ്ടി ഇവർക്ക് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരു കോൾഡ് കംപ്രഷൻ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് വെള്ളം ബേസ് ചെയ്ത കോൾഡ് കംപ്രഷനാണ്. അതായത് വെള്ളത്തിൻ്റെ ന്യൂട്രൽ pH ബാലൻസ് എന്ന് പറയുന്നത് 7 ആണ്. അതായത് ന്യൂട്രൽ സെൻട്രൽ ഇതായിട്ടുള്ള. അപ്പോഴത്തേക്ക് തന്നെ ഈ പീലിൻ്റെ വർക്കിംഗ് കണ്ടീഷൻ അങ്ങ് തീരും. ഇനി നമ്മൾ 1-2 പ്രാവശ്യം ഇത് ന്യൂട്രലൈസർ നമുക്ക് ഉപയോഗിക്കും. ഇത് നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ സ്കിൻ വൈറ്റനിങ് ആണ്, ആൻറ്റി ഏജിങ് ആണ്, ഗ്ലോ വിതിൻ 5 മിനിറ്റ്സ് എല്ലാം നമുക്ക് എന്ത് വേണേലും പറയുന്നത്. പീല് കിടക്കാൻ പാടില്ല, സ്കിൻ ഡ്രൈ ആയി പോവും, ചുളുക്കൊക്കെ വീഴും. ഓക്കെ, കംപ്ലീറ്റ് ന്യൂട്രലൈസ് ആയി പീല്. പിന്നെ ഒരു ടൈം അതിനകത്തില്ല. അത് കഴിഞ്ഞ് വീണ്ടും നമുക്ക് കോൾഡ് കംപ്രഷൻ കൊടുക്കുക. നല്ലൊരു മസാജ് നമുക്ക് കൊടുക്കാം. നമുക്ക് പിഗ്മെൻറ്റേഷൻ ക്രീമുകൾ ഉപയോഗിച്ചിട്ട് പിഗ്മെൻറ്റേഷൻ മസാജ്, ആൻറ്റി പിഗ്മെൻറ്റേഷൻ ക്രീം ഉപയോഗിച്ച് മസാജും കൊടുക്കാം. സ്കിൻ വൈറ്റനിങ് ആണെങ്കിൽ സ്കിൻ വൈറ്റനിങ് മസാജ് കൊടുക്കാം. അതുപോലെ നമുക്ക് കണ്ണിന് ചുറ്റുമുള്ള കറുപ്പാണെങ്കിൽ കണ്ണിന് ചുറ്റുമുള്ള അണ്ടർ ഐ ഡാർക്ക് സർക്കിൾ പീൽ അല്ലെങ്കിൽ പെരി ഓർബിറ്റൽ മെലാനോസൈറ്റ്സ് എന്നാണ് ശരിക്കും നമ്മൾ കണ്ണിന് ചുറ്റും പാടുള്ളതിന് നമ്മൾ സയൻറ്റിഫിക് ആയിട്ടുള്ള വാക്ക്. അതിന് ചുറ്റുമുള്ള പീലെടുക്കുക. അത് ഇവിടെ ആണെങ്കിൽ കറുപ്പുണ്ടെങ്കിൽ നമുക്ക് മാരുതി ബ്ലാക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ ഹനുമാൻ ബ്ലാക്ക്. അതിന് പ്രത്യേകിച്ച് അത് ഇച്ചിരി സ്ട്രോങ് ആയിട്ട് ഇപ്പോൾ കൊടുത്തതിനേക്കാൾ ഇച്ചിരി സ്ട്രോങ് ആയിട്ട് കൊടുക്കുമ്പോൾ ആ ഫുള്ള് അതെല്ലാം പറയും. ഇപ്പം നമുക്ക് ലൈറ്റായിട്ടൊരു മസാജ് കൊടുക്കാം. ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടി അമർത്തുക.